ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ആവേശം 4 വർഷത്തിലൊരിക്കൽ വരുന്ന ലോകകപ്പ്. പക്ഷേ ഈ കപ്പുയർത്തുന്ന വിജയികളെ കാത്തിരിക്കുന്ന അവിശ്വസനീയമായ സമ്മാനത്തുകയും ഫിഫയുടെ പക്കൽ ഒളിഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന കണക്കുകളും നമ്മളിൽ എത്ര പേർക്ക് കൃത്യമായി അറിയാം? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2026 വേൾഡ് കപ്പിന്റെ പിന്നാമ്പുറങ്ങളിലെ സാമ്പത്തിക കണക്കുകളാണ്. ഇത്ര വലിയൊരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് ലഭിക്കുന്ന പണം, അത് എങ്ങനെയൊക്കെയാണ് വീതിക്കുന്നത്? ഈ സ്വർണ്ണ ട്രോഫിയുടെ യഥാർത്ഥ വില എത്രയാണ്? പിന്നെ ഫിഫ എങ്ങനെയാണ് കോടികൾ സമ്പാദിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, കാരണം അവസാനം നിങ്ങൾ അറിയാത്ത ചില രസകരമായ കാര്യങ്ങളുണ്ട്. 2026 വേൾഡ് കപ്പിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് ഫിഫ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങൾക്കുമായി ഏകദേശം $871 മില്യൺ വീതിച്ചു നൽകുന്നത്. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ അത് ഏകദേശം 8360 കോടി രൂപയോളം വരും. കഴിഞ്ഞ ഖത്തർ ലോകകപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ വലിയൊരു വർധനവാണ്. കപ്പടിക്കുന്ന ടീമിന് മാത്രം $50 മില്യൺ, അതായത് ഏകദേശം 480 കോടി രൂപയാണ് സമ്മാനമായി ലഭിക്കുക. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഒരു സിംഗിൾ ടീമിന് കിട്ടുന്ന ഏറ്റവും വലിയ തുകയാണിത്. എന്നാൽ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. യോഗ്യത നേടിയ എല്ലാ ടീമുകൾക്കും ക്വാളിഫിക്കേഷൻ ആൻഡ് പ്രിപ്പറേഷൻ മണിയായി വലിയൊരു തുക ഉറപ്പായും ലഭിക്കും. ഇതുകൂടി ചേർത്താൽ വിജയികൾക്ക് മൊത്തത്തിൽ ഏകദേശം 600 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിക്കും. ഫൈനലിൽ തോൽക്കുന്ന റണ്ണറപ്പിന് പോലും 300 കോടിക്ക് മുകളിൽ സമ്മാനമായി ലഭിക്കുന്നുണ്ട്. 3-ാം സ്ഥാനത്തിനും 4-ാം സ്ഥാനത്തിനും ക്വാർട്ടർ ഫൈനലിൽ പുറത്താകുന്നവർക്കുമൊക്കെ ഫിഫ കണക്കാക്കിയ കൃത്യമായ പ്രതിഫലം നൽകുന്നുണ്ട്. ഏറ്റവും മോശം പ്രകടനം നടത്തി ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താകുന്ന ടീം പോലും ഏകദേശം 80 കോടിക്ക് മുകളിൽ രൂപയുമായിട്ടായിരിക്കും തിരിച്ചുപോകുന്നത്. ഇനി വ്യക്തിഗത പുരസ്കാരങ്ങളുടെ കാര്യം നോക്കിയാൽ ഗോൾഡൻ ബോൾ, ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ഗ്ലൗ തുടങ്ങിയ അവാർഡുകൾ നേടുന്ന താരങ്ങൾക്ക് ഫിഫ നേരിട്ട് വലിയ തുകയൊന്നും നൽകാറില്ല. പക്ഷെ ആ പുരസ്കാരങ്ങൾ അവരുടെ കരിയറിൽ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. പിന്നീട് അവർക്ക് ലഭിക്കുന്ന സ്പോൺസർഷിപ്പുകൾ, പരസ്യങ്ങൾ, ട്രാൻസ്ഫർ വാല്യൂ കൂടുന്നത് തുടങ്ങിയവ വഴി അവർ കോടികളാണ് വാരിക്കൂട്ടുന്നത്. ഫിഫയുടെ വരുമാനത്തിന്റെ കാര്യമെടുത്താൽ അത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. 2026 വരെയുള്ള ഈ വേൾഡ് കപ്പ് സൈക്കിളിൽ $13 ബില്യൺ മുകളിൽ വരുമാനം ഫിഫയ്ക്ക് ലഭിക്കുമെന്നാണ് കണക്ക്. TV റൈറ്റ്സ്, സ്പോൺസർഷിപ്പ്, ടിക്കറ്റിംഗ് എന്നിവ വഴിയാണ് ഈ ഭീമമായ തുക ലഭിക്കുന്നത്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വലിയൊരു പങ്കും ഫുട്ബോളിന്റെ വികസനത്തിനായിട്ടാണ് ഫിഫ തിരിച്ചു ചെലവാക്കുന്നത്. കളിക്കളത്തിലെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ഫിഫ കനത്ത പിഴയാണ് ചുമത്തുന്നത്. ഒരു യെല്ലോ കാർഡിന് പോലും ലക്ഷങ്ങൾ പിഴയായി നൽകണം. റെഡ് കാർഡ് ലഭിച്ചാൽ ആ തുക ഇനിയും ഉയരും. ലോകകപ്പ് ട്രോഫിയുടെ കഥയും വളരെ രസകരമാണ്. 1974 ഇറ്റാലിയൻ കലാകാരൻ സിൽവിയോ ഗസാനിക ഡിസൈൻ ചെയ്ത ഈ ട്രോഫി 18 ക്യാരറ്റ് സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 6.175 കിലോഗ്രാം ഭാരമുള്ള ഈ ട്രോഫിയുടെ യഥാർത്ഥ മൂല്യം സാംസ്കാരികമായി കണക്കാക്കിയാൽ 200 കോടിക്ക് മുകളിലാണ്. എന്നാൽ കപ്പടിക്കുന്ന ടീമിന് ഈ ഒറിജിനൽ ട്രോഫി സൂക്ഷിക്കാൻ കൊടുക്കാറില്ല. ഫിഫ അത് തിരികെ വാങ്ങി സൂറിച്ചിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കും. പകരം വിജയികൾക്ക് സ്വർണം പൂശിയ ഒരു റെപ്ലിക്ക മാത്രമാണ് നൽകുന്നത്. ഫിഫ പ്രസിഡന്റിന്റെ ശമ്പളം പോലും കോടികളാണ്. ഈ വർഷം ജേതാക്കൾക്ക് പ്രത്യേക ചാമ്പ്യൻഷിപ്പ് മോതിരങ്ങൾ കൂടി നൽകുന്നുണ്ട്. കൂടാതെ ഫൈനൽ നടക്കുന്ന സ്റ്റേഡിയത്തിലെ പുല്ലുപോലും അക്രിലിക് ക്യൂബുകളിലാക്കി ഫിഫ വിൽക്കുന്നുണ്ട്. 2.88 ലക്ഷം രൂപ വരെ വിലയുള്ള VVIP പാക്കേജുകൾ വരെ ഇതിനുണ്ട്. ഈ വിവരങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഫുട്ബോളിന്റെ ആവേശം ഒന്നുകൂടി കൂടുന്നില്ലേ? ഇത്തരം ഫുട്ബോൾ വാർത്തകളും അപ്ഡേറ്റുകളും ഏറ്റവും വേഗത്തിൽ അറിയാൻ നമ്മുടെ ചാനലായ ഫ്രഞ്ച് ഫയൽസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഈ വർഷത്തെ വേൾഡ് കപ്പിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീം ഏതാണെന്നും ഈ സമ്മാനത്തുകയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നും താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.